സജീവ്, ഇപ്പോൾ മിഷൻ സമുദ്രയ്ക്കായി 400 കോടി വകയിരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു PPP പ്രോജക്റ്റായിരിക്കും, അതിലെ ഓരോ പദ്ധതികളും വരിക എന്ന് തന്നെയാണ്. പക്ഷേ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞത്തിന് മാത്രം 1000 കോടി മാറ്റിവെച്ചിരുന്നല്ലോ, അവിടെയാണ് ഇപ്പോൾ ഈ മുഴുവൻ പദ്ധതികൾക്കും വേണ്ടി 400 കോടി മാറ്റിവെച്ചിരിക്കുന്നത് എന്ന്. പിന്നെ എടുത്ത് പറഞ്ഞാൽ, ഞാൻ സമയപരിധി കൊണ്ട് വളരെ പെട്ടെന്ന് ഇതിലേക്ക് പോവുകയാണ്. അതായത് ഇപ്പോൾ 2 മെഡിക്കൽ കോളേജുകൾ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അതിന് 50 കോടി വെച്ചാണ് അതിന് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതൊക്കെ പക്ഷേ ഇനിയിപ്പോൾ നടപ്പായി വരുമ്പോൾ കാലം വേറെ വൈകില്ലേ? എല്ലാത്തിനും ഈ 10 കോടി 5 കോടി 2 കോടി എന്നിങ്ങനെ വകയിരുത്തിക്കൊണ്ട് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴത്തേക്ക് നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു റോഡ് മാപ്പ് കൂടി ഇതിൻ്റെ കൂടെ ഇനി മുഖ്യമന്ത്രി അവതരിപ്പിക്കുമായിരിക്കും അല്ലേ? ഹർഷൻ, കേരളത്തിലെ എല്ലാ സർക്കാരുകളും രക്ഷപ്പെട്ടു പോകുന്നത് കേരളത്തെ ബ്യൂറോക്രസിയുടെയും അതുപോലെ തന്നെ നമ്മുടെ നിർവഹണ സംവിധാനങ്ങളുടെയും കഴിവുകേട് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഒരു ബജറ്റിൽ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ അത് പിന്നീട് ബജറ്റ് ഹെഡായി ആ പണം ട്രഷറി ഹെഡായി മാറിക്കഴിഞ്ഞാൽ ആ പണം അവിടെ ഉണ്ടെങ്കിലും ആ പണം വിഡ്രോ ചെയ്യപ്പെടുന്നതും അത് ബില്ല് ട്രാൻസ്ഫറായി, അതായത് പദ്ധതി റിയലൈസ് ചെയ്ത് മാറുന്നത് ഏതാണ്ട് 4 കൊല്ലോ ചിലവോ ഇതൊക്കെ 5 കൊല്ലോ ഒക്കെ അല്ലെങ്കിൽ 6 കൊല്ലോ ഒക്കെ എടുക്കുന്നു. അതായത് ഈ ബജറ്റിലൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് നടപ്പാവുന്നത് പലപ്പോഴും 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ തുരുമ്പിച്ച ഒരു നിർവഹണ സംവിധാനമാണ് നമ്മുടേത് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരുത്താനാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളും അതുപോലെ തന്നെ മിഷൻ മോഡായിട്ട് പ്രവർത്തനങ്ങൾ നടന്നത്. കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളതാണ്, എല്ലാ കേന്ദ്ര സർക്കാർ NDAയും UPAയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. മിഷൻ മോഡായിട്ട് ഈ സർക്കാരിൻ്റെ സംവിധാനത്തെ, നിർവഹണ സംവിധാനത്തിൻ്റെ ഒരു റിജിഡിറ്റി അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഷൻ സമുദ്രയിലുള്ള PPP പ്രോജക്ട്സ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ചിലപ്പോൾ നടന്നെന്ന് വരും. അപ്പോൾ അതിനൊക്കെ അലൊക്കേഷൻ കുറവാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ അലൊക്കേഷൻ ഒരു പ്രോജക്റ്റിൻ്റെ അബ്സോർപ്ഷൻ അനുസരിച്ച് അലൊക്കേഷൻ കൂട്ടിക്കൊടുക്കാം. അതത് സർക്കാരിന് ആ സമയത്ത് കൂട്ടിക്കൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേ സമയത്ത് മറ്റ് പല പദ്ധതികളും ലാഗ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ എവിടെയാണ് ബജറ്റിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബജറ്റിൻ്റെ ക്രിട്ടീക്ക് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ, ബജറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വരുമാനവും ചെലവും തമ്മിലുള്ള അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ കഴിവാണ്. ആ ആൻറ്റിസിപ്പേഷനിൽ വരുന്ന വലിയ പാളിച്ചകൾ, അതല്ലെങ്കിൽ അത് അറിഞ്ഞാൽ പോലും അത് അങ്ങനെയല്ല എന്ന് ഭാവിക്കുന്നതിലുള്ള തെറ്റ്, ഇതാണ് പലപ്പോഴും ബജറ്റുകളെ വെറും നോക്കൂത്തിയായി മാറുന്നത്. ഞാൻ വളരെ കൗതുകരമായി തോന്നിയൊരു സംഗതി, കഴിഞ്ഞ ധവളപത്രത്തിലും ഇതിന് ഡിഫക്റ്റീവ് ബജറ്റിംഗ് എന്ന് പറയുന്നു. ആ ഡിഫക്റ്റീവ് ബജറ്റിങ്ങിൻ്റെ ലക്ഷണങ്ങൾ KN ബാലഗോപാലിൻ്റെ ബജറ്റിൽ ധവളപത്രം ചൂണ്ടിക്കാണിച്ചു. ഈ ബജറ്റിലും ഒരു സാമ്പത്തിക വിദഗ്ധൻ അത് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ബജറ്റ് പ്രസക്തമായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു വിഷൻ, അതായത് ഈ പുതിയ സർക്കാരിന് ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ കാര്യത്തിൽ പുതിയൊരു വിഷൻ, അതായത് മറ്റ് സോഴ്സസിൽ നിന്നൊക്കെ പണം കണ്ടെത്തിക്കൊണ്ട് കൺവെൻഷണലായ മാതൃകകളിൽ നിന്ന് മാറി നടക്കാനുള്ള ഒരു വലിയ പ്ലാൻ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ ആ സോഴ്സസ് ഇല്ലാതെ നിരവധി, ഇപ്പോൾ 5-6 തരത്തിലുള്ള എക്കണോമിയുടെ പേര് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് എക്കണോമി, ബ്ലൂ എക്കണോമി, മാരിടൈം എക്കണോമി, ഇൻവെസ്റ്റ്മെൻറ്റ്, സിൽവർ എക്കണോമി തുടങ്ങിയിട്ട് ഇതെല്ലാം നല്ല ആശയങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ വയോജന വകുപ്പ്, പിന്നെ ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൻ്റെ ഭാഗമാണ്. വയോജന കമ്മീഷൻ കഴിഞ്ഞ ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നു. വയോമിത്രം പദ്ധതി നടപ്പാവുന്നുണ്ട് സംസ്ഥാനത്ത്. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെയധികം പദ്ധതികൾ കഴിഞ്ഞ KN ബാലഗോപാലിൻ്റെ ബജറ്റിലുണ്ടായിരുന്നു. അപ്പം കേരളത്തിൽ ഒരു നൈരന്തര്യമുണ്ട് ഈ കാര്യങ്ങളിൽ. കേരളത്തിലുള്ള ഡെമോഗ്രാഫിക് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു അടുത്ത കാലത്ത് ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, കുസാറ്റിലുള്ള ബജറ്റ് സ്റ്റഡീസിലുള്ള ഡോക്ടർ PK സന്തോഷ് കുമാർ അദ്ദേഹം നിർദ്ദേശം വെച്ചിട്ടുള്ളത്, ഗുജറാത്തിൻ്റെയും ഒഡീഷയുടെയും തമിഴ്നാടിൻ്റെയും മാതൃകയിൽ വാല്യൂ ക്യാപ്ചർ ഫണ്ട്, കേരളത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ദേശീയപാതയ്ക്ക് ചുറ്റും വലിയ രീതിയിലുള്ള സർവീസ് സെക്ടർ ഇൻഡസ്ട്രി വളരാൻ അനുകൂലമായ സാഹചര്യം ദേശീയപാതയ്ക്കോടനുബന്ധിച്ച്, അതുപോലെ തന്നെ വിഴിഞ്ഞവും അതുപോലെ തന്നെ മറ്റ് കോറിഡോഴ്സും ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സും ഒക്കെ കേന്ദ്രീകരിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അപ്രീഷിയേറ്റ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിൽ അവിടെ വാല്യൂ ക്യാപ്ചർ ഫണ്ട് പോലെ അതിനെ ഒരു പ്രത്യേക പൂളാക്കി മാറ്റണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം ഞാൻ ഒരു അടുത്തിടയ്ക്ക് വായിച്ചു. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഭാവനാത്മകമായ പദ്ധതികളാണ് ആവശ്യം. അല്ലാതെ നമ്മളൊരു കൺവെൻഷണൽ മോഡിൽ സ്വകാര്യ നിക്ഷേപം പാടില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സ്വകാര്യ നിക്ഷേപം കൃത്യമായും മോഡറേറ്റ് ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണെങ്കിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നേ മതിയാവൂ. കാരണം ഇന്നത്തെ കാലത്ത് അതേ നടക്കൂ.
ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്ത് പദ്ധതികൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിയൊക്കെ സർക്കാർ നേരിട്ടങ്ങ് നടത്തിയാൽ മതിയല്ലോ. വല്ലാർപാടം പദ്ധതി എല്ലാ കാര്യങ്ങളും അങ്ങനെ നടത്തിയാൽ മതിയല്ലോ. പക്ഷെ അങ്ങനെ പണം ഉണ്ടാവുന്നില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ചില വസ്തുതകൾ മനസ്സിലാക്കി റെട്ടറിക്കലായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാതെ എവിടെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലോസ് അതല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിഷൻ ഇല്ലാത്ത കാര്യങ്ങൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ഫൈറ്റ് ചെയ്യണം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നമുക്ക് ഈ പറഞ്ഞ വരുമാന തന്ത്രത്തിൻ്റെ അഭാവം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വളരെ പെട്ടെന്ന്. ഈ വിഷൻ എന്നത് എത്രത്തോളം നടപ്പാക്കിയെടുക്കാൻ തക്കവണ്ണമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു ഈ വരുമാന തന്ത്രത്തിലേക്ക് ആ വിഷൻ നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഞാൻ